ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ 3 ഇന്ത്യക്കാരെ അവരുടെ തൊഴിൽ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി ഇസ്ലാമിക ഭീകരവാദികൾ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന് 3-ാം ദിവസമാണ്. ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം എന്ന സംഘടനയാണ് ഈ തരത്തിൽ ആയുധങ്ങളുമായി വന്ന് ഇന്ത്യക്കാരെ ബന്ദികളാക്കി കൊണ്ടുപോയത്. നമ്മുടെ നാട്ടിലെ ഒറ്റ പത്രത്തിൽ വാർത്തയില്ല, ഒരു ചാനലിലും വന്നിട്ടില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് വാർത്തയില്ല. ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കേരളത്തിൽ കൊണ്ടുവന്ന് തൃശ്ശൂർ ഒരു മുറിയിലിട്ട് പൂട്ടി. ആ മുറിയിൽ അതേപോലെ കൊണ്ടുവന്ന് ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഓടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പോലീസ് പിടിച്ചു. ആ പെൺകുട്ടി പറഞ്ഞ മൊഴി അനുസരിച്ച് ആ സ്ഥലം എവിടെയാണ്, അവിടെയുള്ള വേറെ പെൺകുട്ടികളെ രക്ഷിക്കാനുള്ള നടപടി ഒന്നും കേരള പോലീസ് എടുത്തിട്ടില്ല എന്ന് പറയുന്നത് പോലെ, നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത അറിഞ്ഞിട്ടില്ല എന്നതുപോലെ നമ്മുടെ 3 പൗരന്മാരെ ഇസ്ലാമിക തീവ്രവാദികൾ കൊണ്ടുപോയതുകൊണ്ട് മിണ്ടരുത്, അറിയരുത്, പറയരുത് എന്ന ലൈനിൽ നിൽക്കുകയാണ് മാധ്യമങ്ങൾ. അതായത് ഈ അൽഖ്വയ്ദയുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഇത്, ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം. അതെ, അത് അൽഖ്വയ്ദയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടന, അൽഖ്വയ്ദ തന്നെ. അതെ. അപ്പോൾ പശ്ചിമ ആഫ്രിക്കയിലാണ് ഈ മാലി. നമ്മുടെ മാൽദീവ്സ് വേറെ, മാലി ആളുകൾക്ക് മാറിപ്പോ പക്ഷേ എസ്കേപ്പ് ഒറ്റക്കാടൊക്കെ പോയി പരിചയപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ. മാലി എന്ന് പറയുന്ന ആഫ്രിക്കയിലുള്ള രാജ്യമാണ്. മാൽദീവ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കല്ലെടുത്ത ചെല്ലുന്ന സ്ഥലത്തുള്ള മാലദ്വീപ് എന്ന് തന്നെ പറയാം. പക്ഷെ മാലിക്കാരെന്ന് തിരുവനന്തപുരത്ത് പറയാറുണ്ട്. അപ്പോൾ അവിടെ ഈ കുറേ കാലമായിട്ട്, കുറേ വർഷങ്ങളായിട്ട് തന്നെ 2011 മുതൽ എന്നൊക്കെ പറയാം, ഈ അൽഖ്വയ്ദ IS ഈ ഭീകരന്മാർ കുറേ പ്രദേശങ്ങളൊക്കെ പിടിച്ച് അവരുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. പണ്ട് അമേരിക്ക സിറിയയിലൊക്കെ പോയി ബാഗ്ദാദിയൊക്കെ ശരിപ്പെടുത്തിയ പോലുള്ള നടപടികളൊക്കെ വേണ്ട സ്ഥലമാണ് ഈ മേഖല എന്ന് പറയുന്നത്. മാലി, നൈജർ, ബുർക്കിന ഫാസോ, ഈ 3 പ്രധാനപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഈ അൽഖ്വയ്ദയുടെ ISൻ്റെ ഒക്കെ ഒരു വിളയാട്ടം നടക്കുന്നത്. ഇത് ഡയമണ്ട് സിമെൻറ്റ് ഫാക്ടറി, കായിസ് എന്ന് പറഞ്ഞ നഗരത്തിലെ ഡയമണ്ട് സിമെൻറ്റ് ഫാക്ടറിയിൽ നിന്നാണ് 3 ഇന്ത്യക്കാരെ റാഞ്ചിക്കൊണ്ടുപോയി ബന്ദികളാക്കിയിരിക്കുന്നത് ഈ അൽഖ്വയ്ദ. ജൂലൈ 1-ാം തീയതി ഈ ഫാക്ടറി വളപ്പിൽ ആക്രമണം നടത്തിയിട്ടാണ് 3 പേരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അന്ന് തന്നെ പല സൈനിക കേന്ദ്രങ്ങളിൽ, സർക്കാർ കേന്ദ്രങ്ങളിലും ഒക്കെ ആക്രമണം നടന്നിട്ടുണ്ട്. പശ്ചിമ മാലിയിൽ മാത്രമല്ല, മധ്യ മാലിയിലും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഇന്ത്യക്കാരെ പിടിച്ചുകൊണ്ടുപോയതല്ലാതെ അവിടെ ആക്രമണങ്ങൾ വേറെ സൈനിക ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ, ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വംശഹത്യ അവിടെ നടക്കുന്നു അങ്ങനത്തെ സ്ഥലങ്ങളിൽ. അന്ന് തന്നെ ഈ അൽഖ്വയ്ദ ഗ്രൂപ്പ് ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ JNIM ആണ് ഉത്തരവാദിത്തം ഏറ്റിരിക്കുന്നത്. ഈ ബമാക്കോ, അതാണ് തലസ്ഥാനം മാലിയുടെ, അവിടെ ഇന്ത്യൻ എംബസി ഫാക്ടറിയുമായിട്ട്, സർക്കാരുമായിട്ട്, ഇവിടുത്തെ കുടുംബാംഗങ്ങളുമായിട്ട്, പോലീസുകാരുമായിട്ടും ഒക്കെ ആശയവിനിമയം നടത്തി വരുന്നു എന്ന് എംബസി, നമ്മുടെ വിദേശകാര്യ വകുപ്പ് പറയുന്നുണ്ട്. പശ്ചിമ മാലിയിലെ ദിബോലി, സെനഗൽ അതിർത്തിയിലുമൊക്കെ ഈ അൽഖ്വയ്ദയുടെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അടുത്ത നഗരങ്ങളാണ്, അതിൻ്റെ അടുത്ത നഗരമാണ് ഈ കായിസ് എന്ന് പറഞ്ഞ ഈ സിമെൻറ്റ് ഫാക്ടറിയുള്ള സ്ഥലം. സാൻ ദറേ എന്ന് പറഞ്ഞ സമീപ നഗരത്തിലും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. 2 സലഫി ജിഹാദി ഗ്രൂപ്പുകളാണ് മാലിയിലുള്ളത്, ഈ ജിഹാദ് നടത്തുന്ന ഗ്രൂപ്പുകൾ. ഒന്ന് ഈ ജമാഅത്ത് നുസ്രത്ത് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അത് ISുമായി ബന്ധപ്പെട്ടതാണ്. മറ്റേത് IS സഹേൽ പ്രൊവിൻസ് എന്ന് പറയുന്നത്. ഈ IS പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഈ മേഖലയ്ക്ക് സഹേൽ എന്നാണ് പറയുന്നത്. ഈ ബുർക്കിന ഫാസോ, മാലി, നൈജർ ഒക്കെയുള്ള സ്ഥലം, ഈ സഹേൽ മേഖലയിൽ ഈ 2 ജിഹാദി ഗ്രൂപ്പുകളാണ് ഉള്ളത്. കൂടുതലും അവർ പട്ടാളത്തിന് ലക്ഷ്യമാക്കിയിട്ടാണ് ആക്രമണം നടത്താറ്. ഇങ്ങനെ ബന്ദിയാക്കിയൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ അസാധാരണമാണ്. ഇസ്ലാമിക ഭരണം, അവിടെ ISൻ്റെ ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പാശ്ചാത്യ സ്വാധീനമൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ ഈ സഹേലിയൻ രാജ്യങ്ങളിൽ, പിന്നെ കോസ്റ്റൽ പശ്ചിമാഫ്രിക്ക തീരപ്രദേശങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഏറ്റവും ഭീകരത ഈ അൽഖ്വയ്ദ ഭീകരത നടക്കുന്നത് ബുർക്കിന ഫാസയിലാണ്. ഈ
അൽ ഖ്വയ്ദയുടെ ആക്രമണങ്ങളിൽ 3-ാമത്തെ സ്ഥാനത്താണ് മാലി. നൈജർ 10-ാമത്തെ സ്ഥാനത്ത് ഈ ആക്രമണങ്ങളുടെ ഭീകരതയിൽ ആ പട്ടികയിൽ വരുന്നത്. 2014 ജിഹാദികളിൽ നിന്ന് മാലി ഫ്രഞ്ച് സേന വടക്കൻ മാലി തിരിച്ചു പിടിച്ചിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്. 2011 മുതൽ തന്നെ അവിടെ ഈ അൽ ഖ്വയ്ദയെ പിടിമുറുക്കിയിട്ടുണ്ട്. വടക്കൻ മാലി തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് 2014. 2016 വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 2017, 2021 വലിയ ഭീകരതയുടെ കാലമായിരുന്നു. 2021 മുതൽ ഇരട്ടിച്ചിട്ടുണ്ട് ഈ അൽ ഖ്വയ്ദ ഭീകരത. മാലിയുടെ വടക്കൻ മേഖലകളിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ്, അതായത് ഭരണകൂടത്തിന് നിയന്ത്രണമില്ല. വടക്കൻ മേഖലയിൽ അൽ ഖ്വയ്ദയുടെ പിടിയിലാണ്. മധ്യമേഖലയിൽ നിയന്ത്രണമില്ല. ബുർക്കിന ഫാസോയുടെ പകുതിയും അൽ ഖ്വയ്ദയുടെ കയ്യിലാണ് ഇപ്പോൾ. 2017 പല ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് ഈ JNIM ഈ റാഞ്ചിയ ഇന്ത്യക്കാരെ റാഞ്ചിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പല ഗ്രൂപ്പുകൾ എവിടുത്തുകാരാണെന്നോ പേരൊന്നും പറഞ്ഞിട്ടില്ല. അത് അവിടെയൊക്കെ ബഹളം ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ടായിരിക്കണം. ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വരുമായിരിക്കും. 2018 ഇതിനെ ഭീകര സംഘടനയായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്. ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം, അതെ, JNIM എന്ന് പറയുന്നത്. അതിലുള്ള കത്തീബ മസീന എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നേരത്തെ അൻസർ അൽ ഇസ്ലാമുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത സംഘടനയായിരുന്നു. മറ്റേത് ഈ ISSP എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് സഹേൽ പ്രോവിൻസ്, അത് അബൂബക്കർ അൽ ബാഗ്ദാദിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന സേനയായിരുന്നു അത്. 2023 ISSP JNIM-നെ ഈ മേനക എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് അവിടെ, മേനക, നമ്മുടെ എറണാകുളത്തെ മേനക, സ്പെല്ലിങ്ങും ഒക്കെ അത് തന്നെ, മേനക എന്ന് പറഞ്ഞ മേഖലയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഞായറാഴ്ച ബുർക്കിന ഈ ബൗലിക്സോയിലെ പട്ടാള താവളം പിടിച്ചു ഇവർ. ഈ കഴിഞ്ഞ ഞായറാഴ്ച, തിങ്കളാഴ്ചയാണ് ഈ ഇന്ത്യക്കാരെ റാഞ്ചുന്നത്. 30 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച ടിംബക്റ്റുവിൽ 14 ഭീകരരെ കൊന്നിരുന്നു. ടിംബക്റ്റു UN-ന്റെ ഒരു ഹെറിറ്റേജ് സൈറ്റാണ്. പണ്ട് തൊട്ടേ ടിംബക്റ്റു എന്ന് കേൾക്കാറുണ്ട്. വിമാനത്താവളം പിടിച്ചിട്ടുണ്ട്. റഷ്യൻ കൂലിപ്പട്ടാളക്കാരെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പം റഷ്യൻ കൂലിപ്പട്ടാളക്കാർ കുറേ പേര് മാലിയിലുണ്ട്. 2012 ടിംബക്റ്റു ഭീകരർ പിടിച്ചിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് 400 പട്ടാളക്കാരെ ഈ അൽ ഖ്വയ്ദ ഗ്രൂപ്പുകൾ കൊന്നിട്ടുണ്ട്. 400 പട്ടാളക്കാരെ കഴിഞ്ഞ ഒരു മാസത്തിൽ. അപ്പോൾ വലിയ ശക്തമായ തീവ്രവാദ ഗ്രൂപ്പുകളാണ്. അതെ, അതായത് അൽ ഖ്വയ്ദ ഈ ഭരണം പിടിക്കാനുള്ള ശ്രമത്തിൽ പല മേഖലകളും മാലിയുടെ, ബുർക്കിന ഫാസോയുടെ, നൈജറിൻ്റെ, പശ്ചിമ ആഫ്രിക്കയുടെ പല മേഖലകളും IS-ന്റെ പിടിയിലാണ്. ഇത് തന്നെ ഇവിടെയൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇത്രയും ഭീകരത ആഫ്രിക്കയിൽ നടക്കുന്നു എന്നുള്ളത്. അല്ല, അത് മാത്രമല്ല, എനിക്കൊരു സംശയം. ഒരു സിമന്റ് ഫാക്ടറി, ഡയബറ്റ് സിമന്റ് ഫാക്ടറി ആക്രമിച്ചു കഴിഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു 3 പേരെ. 3 പേരും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെ മാത്രം പിടിച്ചുകൊണ്ട് പോയത് എന്താണ്? അതോ ഈ 3 പേരെ ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നുള്ളൂ? അതായത് ഇന്ത്യക്കാരെ മാത്രം എന്തുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളതിനൊന്നും ഉത്തരവൊന്നുമില്ല. കാരണം ഈ റാഞ്ചി ഹോസ്റ്റേജ് ആക്കിയതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ വളരെ കുറവാണ്. കാരണം ഈ അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. ഇവിടെ തന്നെ കുടുംബാംഗങ്ങൾ നേരത്തെ മറ്റേ ഇറാനിലെ റാഞ്ച് കൊണ്ടുപോയവർ പഞ്ചാബികളാണെന്ന് അന്ന് തന്നെയൊക്കെ പറഞ്ഞിരുന്നു. ഇതാരാണ് ഇവിടുത്തുകാരാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാത്തതിൻ്റെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് IS ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നൈജീരിയയിൽ മറ്റേ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണമാണല്ലോ. ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ഇസ്ലാമിക രാജ്യങ്ങളുമാണ്. അപ്പോൾ IS സിറിയയിൽ നിന്നുമൊക്കെ പോയിട്ട് പിന്നെ ഇപ്പോൾ വാഴുന്ന സ്ഥലം അതാണ്. ഈ സൊമാലിയയിൽ ട്രംപ് വന്ന ശേഷം ഒരു ആക്രമണം നടത്തിയിരുന്നല്ലോ, ഗുഹാപ്രദേശങ്ങളിലുമൊക്കെ, ധാരാളം ഗുഹകളിലെ മേഖലകളിലുമൊക്കെ. അത് അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് വന്നിട്ട് ഉടനെ അവിടെ അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണങ്ങൾ നടന്നത്. പക്ഷെ ശരിയാക്കപ്പെടേണ്ട ധാരാളം സ്ഥലങ്ങൾ ഈ പശ്ചിമ ആഫ്രിക്കയിലും കിടക്കുന്നു. ആര് ശരിയാക്കാൻ? അതെ, അതാ അവിടെ ഇത് ചോദിക്കാനും പറയാൻ ആരുമില്ല. ഇനി ഈ രാജ്യങ്ങളൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കയ്യിലേക്ക് പോകുന്നതാണ്. ഈ മധ്യമേഖല, ആഫ്രിക്ക മുഴുവൻ ഇസ്ലാമാകും.
ആഫ്രിക്ക മുഴുവൻ ഇസ്ലാമാകും. ഇസ്ലാമാവും. അതാണ്. ആഫ്രിക്കയെ അവർ വഖഫ് ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.